നമസ്കാരം ഫ്രണ്ട്സ്, റെസിപ്പീസ് ഓഫ് ടേസ്റ്റി ഡിഷസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റായ പുട്ടും കടലയുമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: നമ്മുടെ കറുത്ത കടല 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 8 അല്ലി ചെറുതാക്കി അരിയണം, സവാള ഒരു 3 എണ്ണം നീളത്തിലരിഞ്ഞത്, തക്കാളി 2, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല. ഇനി നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ എടുക്കുക. ആ കുക്കർ ഗ്യാസ് വെച്ച് ഓണാക്കി ചൂടാക്കി അതിലേക്ക് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ, 4 സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആയാലും മതി, അതൊഴിച്ചിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചൂടായ എണ്ണയിലോട്ടിട്ട് ഒന്ന് ഇളക്കുക. കുറച്ച് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. നല്ല എണ്ണ ചൂടായിട്ട് വേണം നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ സവാളയൊക്കെ ചേർത്ത് വഴറ്റാനായിട്ട്. ഇതൊന്ന് നന്നായി കുക്കറിലിട്ട് വഴറ്റുക. നല്ല ഗ്യാസ് കൂട്ടി വെച്ചിട്ട് തന്നെ എണ്ണയിലിട്ട് വഴറ്റണം. നന്നായി വഴറ്റുക. അങ്ങനെ അതിനകത്തെ സവാളയുടെ പച്ചപ്പൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്ന് ചെറുതായിട്ട് കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി 2 എണ്ണം ഇങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിയാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 സ്പൂൺ ചിക്കൻ മസാല. ഇത്രയും നമുക്ക് എടുത്തു വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ഈ മുക്കാലും വഴറ്റിയ സവാളയിലേക്ക് നമുക്ക് ഈ തക്കാളി ചേർത്ത് അതൊന്ന് വഴറ്റുക. ആ തക്കാളിയുടെ പച്ചപ്പൊന്ന് മാറണ വരെ ഒന്ന് വഴറ്റുക. അത് വേവാൻ നിൽക്കണമെന്നില്ല, കാരണം നമ്മൾ എന്തായാലും കുക്കറിലിട്ട് വേവിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ഇട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തക്കാളി ഒന്ന് അതിൻ്റെ പച്ചപ്പൊന്ന് മാറാൻ ഫ്രൈ ചെയ്താൽ മതി. അതിനുശേഷം ആവശ്യത്തിന് ഒരു സ്പൂൺ ഉപ്പിടുക. എന്നിട്ട് ഒന്നുകൂടെ വഴറ്റിയിട്ട് നമുക്കിനി ആവശ്യം വേണ്ട മസാലകളിടാം. മുളക് പൊടി 1/2 സ്പൂൺ മുളക് പൊടി, കാരണം എരിവനുസരിച്ചാണ് ചിക്കൻ മസാലയ്ക്ക് എരിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുളക് അതിനനുസരിച്ച് ഇടണം. മുളക് പൊടി, മല്ലിപ്പൊടി 4 സ്പൂൺ, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് ചേർക്കാം. ഈ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മസാല കൂട്ട് ചേർത്ത് വെച്ചിരിക്കുന്നതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റാം. ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയില്ലേ, ഒരു 3 സ്പൂൺ അല്ലെങ്കിൽ 3.5 സ്പൂൺ ചിക്കൻ മസാല നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇതിൽ ചേർത്തിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഇതിനകത്ത് കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർക്കാം. കാരണം എന്തായാലും കടല ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കണം. അപ്പോൾ നമുക്ക് ഈ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കടല എടുത്തിട്ട് നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് നമുക്ക് ഈ കടല അങ്ങ് ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ഈ സമയത്ത് തീ കുറച്ച് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഈ കടലയുടെയും മസാലക്കൂട്ടിൻ്റെയും ഒക്കെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ ഒത്തിരി ആവരുത്. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വെയിറ്റ് ഇട്ട് വിസിലടിക്കാൻ വയ്ക്കാം. ഇത് ഒരു 3-4 വിസിൽ വരെ നമുക്ക് അടിക്കാം, കാരണം കടല നന്നായി വെന്തോട്ടെ. എന്നിട്ട് നമുക്കത് കൂട്ടി വെച്ച് വിസിലടിക്കാനായി വയ്ക്കാം. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാം. അതിനുവേണ്ടി അല്ലെങ്കിൽ അരമുറി തേങ്ങ, അത് ഓരോരുത്തർ എത്രയാണ് പുട്ടുണ്ടാക്കണം അതിനനുസരിച്ചായിരിക്കും നമുക്ക് തേങ്ങ എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ 2 പേർക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു അരമുറിയുടെ അടുത്ത് മതി. ലാവിഷായിട്ട് ഇപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഒരു അരമുറി തന്നെ വേണമെന്നില്ല. അതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു 1.5 കപ്പ് പുട്ടുപൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിനി പുട്ടിൻ്റെ പൊടിയൊന്ന് കുഴച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കുക്കറിൽ വിസിൽ മേടിച്ചോളും. ഒരു വിസിലടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ
വെള്ളം ഒഴിച്ച് പുട്ട് റെഡിയാക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കണം. ഒത്തിരി ആദ്യം തന്നെ അധികം വെള്ളം ഒഴിച്ച് അത് ഒട്ടിപ്പോകുന്ന രീതിയിലാക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് പുട്ടുപൊടി റെഡിയാക്കാൻ. പുട്ട് അത് കുറേശ്ശെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ കുറേശ്ശെ വേണം നമുക്ക് പുട്ടുപൊടി റെഡിയാക്കാനായിട്ട്. പതുക്കെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായി മസാജ് ചെയ്യുന്ന പോലെ നന്നായി ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് ഒരു പിടി പിടിച്ച് ഞെക്കുമ്പോൾ അറിയാം നമ്മുടെ കയ്യിൽ ആ ഷേപ്പിലിരിക്കണം ആ പൊടി. പക്ഷേ എന്നാലോട്ട് കയ്യിൽ നിന്ന് പൊടിച്ച് വിടുമ്പോൾ പൊടി പോലെ വീഴുകയും വേണം. അപ്പോൾ കട്ടിയായിട്ട് ഇരിക്കുകയും ചെയ്യണം, എന്നാലോട്ട് നമ്മളത് പൊടിച്ചിടുമ്പോൾ അതേപോലെ പൊടിഞ്ഞ് പോവുകയും വേണം. നോക്കൂ, കണ്ടോ, പൊടിഞ്ഞ് പോകുന്നുണ്ടോ, അതേപോലെ പോവുകയും വേണം. അപ്പോൾ ഇതിന് ശേഷം നമുക്കത് പതുക്കെ വെച്ചിട്ട് കുറച്ചെടുത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു കുക്കറിൽ 2 കപ്പ് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് അതിൽ ഹോളൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. കാരണം അടഞ്ഞിരിക്കരുതല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കുക്കറിൽ ലിഡ് വെച്ചടച്ചിട്ട് നമുക്ക് ഒരു പുട്ടുണ്ടാക്കാനുള്ള ചിരട്ടപ്പുട്ടുണ്ടാക്കാനുള്ള പാത്രം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു പുട്ട് നമുക്ക് അതിനകത്തോട്ട് ആക്കിയിട്ട് നമുക്കിത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം, ആവി കയറ്റാൻ വയ്ക്കാം. പുട്ട് ആവി കയറ്റുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിരട്ട പാത്രം പോലെ ഉണ്ടെങ്കിൽ, ഒരു ഇതുണ്ടെങ്കിൽ നമുക്കത് പുട്ടിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ, നമുക്കൊരു കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും വേണമെങ്കിൽ, ഇപ്പോൾ അതിന് വേണ്ടി പുട്ടിന് സെപ്പറേറ്റ് ഒരു പാത്രം വേണ്ട, കുക്കറിൽ തന്നെ പുട്ടും റെഡിയാക്കാം. ഈ സമയത്ത് കുക്കറിൻ്റെ വിസിലൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ തണുക്കാനും വെച്ചിരുന്നു ഓഫ് ചെയ്ത്. അതിപ്പോൾ അതായി കഴിഞ്ഞു. തുറന്ന് അത് നമ്മൾ കടല നന്നായി സ്മാഷ് ചെയ്യണം, നന്നായി സ്പൂൺ കൊണ്ട് ചതച്ച്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല കട്ടി ഉണ്ടാവും, നല്ല തിക്നെസ് വരും, തിക്കാവും, നല്ല തിക്ക് ഗ്രേവി കിട്ടും. നമുക്ക് കടല ഒന്ന് സ്മാഷ് ചെയ്ത് വെള്ളം ചേർക്കണതിന് മുമ്പ് സ്മാഷ് ചെയ്യണം. കുക്കർ തുറന്ന ഉടനെ തന്നെ കുറച്ച് വെള്ളം പറ്റിയിരിപ്പുണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ വേണം നമ്മൾ സ്പൂൺ വെച്ചിട്ട് സ്മാഷ് ചെയ്യാൻ. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി കിട്ടും. കടലക്കറി വെള്ളം പോലെ ഇരിക്കില്ല. മിക്കയിടത്തും കടലക്കറി വെള്ളം പോലെ ഇരിക്കുന്നത് ഇതുകൊണ്ടാണ്. കുറച്ച് കരിവേപ്പിലയും ചേർക്കുക. കുക്കറിൽ നല്ല അടിപൊളി ഇപ്പം നോക്കൂ, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടും കൂടി ആറി കഴിയുമ്പോൾ നല്ല കുറച്ചും കൂടി തിക്ക് ഗ്രേവിയാവും. പുട്ട് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആവിയും വന്ന് പുട്ടായിട്ടുണ്ട്. ഇനി നമുക്കത് കാസറോളിലോട്ട് മാറ്റാം. ഇനി അതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റ് പുട്ട് റെഡിയാക്കാം. അതിനു വേണ്ടി പിന്നെയും എടുത്തിട്ട് നമുക്ക് കുക്കറിൽ ആവി കയറ്റാൻ വയ്ക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്, പുട്ടും റെഡി ആയിട്ടുണ്ട്. നല്ല കേരളത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റായ പുട്ടും കടലയും നമുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.